നമസ്കാരം. വെള്ളിനക്ഷത്രങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മാറ്റത്തിന്റെ കാറ്റായി വന്ന് വിജയം കണ്ട ചിത്രം ക്വീൻ. ഏതൊരു വിജയ ചിത്രത്തെയും പോലെ ക്വീനിന്റെയും പിൻബലം മികച്ച തിരക്കഥ തന്നെയായിരുന്നു. ക്വീനിന്റെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ ജെബിൻ ജോസഫ് ആന്റണി ഇന്ന് വെള്ളിനക്ഷത്രങ്ങളിൽ. ഹായ് ജെബിൻ, വെൽക്കം. അതൊരു ചോദ്യം ചോദിച്ചോട്ടെ. ക്വീൻ എന്ന് പറയുന്ന സോക്കോൾഡ് കുഞ്ഞ് സിനിമ ഓടി 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 ഒരുപാട് പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെട്ട് 75 ദിവസങ്ങൾ കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ 80 ഒക്കെ ആയി കാണും നിയാളി. എപ്പോഴെങ്കിലും ആലോചിച്ചിരുന്നോ ഇങ്ങനെയായിരിക്കും തുടക്കം? നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഓസ്കാർ കിട്ടുന്ന രീതിയിലായിരുന്നു ചിന്തിച്ചിരുന്നത്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മള് സിനിമ ഒരു എന്താ പറയാ ഒരു ആഗ്രഹം ആയിട്ട് മനസ്സിൽ കയറിയിട്ട് ഒരു 5-8 കൊല്ലമായി. അന്നേരപ്പം തൊട്ട് അതിന്റെ പുറകെ ഓടി നടക്കുന്ന ഇപ്പോൾ ഇങ്ങനെ ഒരു സിനിമ നടന്നു. അപ്പോൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല പുതിയ ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ സിനിമ ചെയ്യുന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമയായിരിക്കും ചെയ്യുന്നതെന്നോ അത് ഇങ്ങനൊരു വിജയമാകുന്നോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തോ ദൈവാനുഗ്രഹം, എല്ലാവരുടെയും സപ്പോർട്ടും ഉള്ളതുകൊണ്ട് ഇത്ര എത്തി. എന്തായാലും ഇങ്ങനെ ഒരു സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരും പുതിയ ആൾക്കാരാണ് അല്ലേ? നിങ്ങളിപ്പോൾ കുറച്ച് കാലം ആയിട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ ക്യാമ്പസ് ലൈഫും ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ട്. പക്ഷെ തോട്ടിൽ നിങ്ങൾ അത്രയും യൂത്ത് എന്ന് പറഞ്ഞാൽ റൈപ്പായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ആദ്യത്തെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പോവാവുന്ന ചില ടൈപ്പ് ഓഫ് മൂവീസ് ത്രെഡുകളൊക്കെ ഉണ്ട്. അതിനൊന്നും പോവാതെ ഒരുപക്ഷെ ഞങ്ങൾ സ്ത്രീകൾ ഒരുപാട് ഇങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ച അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിലെന്ന് കൊതിച്ച ക്വീൻ പോലത്തെ ഒരു സബ്ജക്റ്റിലേക്ക് പോകാൻ എന്താ കാര്യം? അല്ലേ, ഈ ചോദ്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇതിനൊന്നും കൃത്യമായിട്ട് ഇതുവരെയായിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല. ഇത് സിനിമയിൽ ചോദിച്ചിട്ട് മാത്രമേ ഉള്ളൂ, അതിന് നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഇല്ല, പക്ഷെ എന്നാലും അത് ചോദിക്കണം എന്ന് തോന്നണമല്ലോ. അത് ചോദിക്കണം. അത് ആദ്യത്തെ സിനിമ നമ്മുടെ ഫാമിലിയിൽ ഇപ്പൊ എനിക്കും ചാരിസിനും കോറക്ടർ അവനും എന്നെ 2 പെങ്ങന്മാരാ, ഞങ്ങൾക്ക് പെങ്ങന്മാരാ. അപ്പൊ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരത്തെ തൊട്ടേ കാണുന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഈ സംഭവങ്ങളൊക്കെ കാണുന്നു. അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമുക്കും ഒരുപാട് ചോദ്യങ്ങൾ നമുക്കും ഉണ്ട്. അപ്പൊ ഈ സിനിമയിൽ ഏറ്റവും റിലവൻ്റ് ആയിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്. അപ്പൊ ഇങ്ങനെ അങ്ങനെ പർപ്പസ്ലി വന്നല്ല, പക്ഷെ ഈ സിനിമയിൽ ഇപ്പൊ ചോദിക്കേണ്ട ഒരു ചോദ്യം അതായിരുന്നു. ആ സമയത്ത് ഞങ്ങളിത് ചിന്തിച്ചു തുടങ്ങുന്ന സമയത്താണ് ഈ മറ്റേ ഒരുപാട് കേസുകൾ, സൗമ്യ ഗോവിന്ദചാമി, അങ്ങനെ ഒരുപാട് കേസുകൾ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഡൽഹി കേസ്. അപ്പം അങ്ങനെ വന്നപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സങ്കടം തോന്നുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പോലും നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ഒരു പെങ്ങൾ തന്നെയാണ് അതും. അപ്പം അവർക്കൊക്കെ അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും എപ്പോൾ വേണേലും നമ്മുടെ അടുത്തേക്ക് എത്താൻ സാധ്യതയുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം അത് ഇവിടെ നമ്മൾ ചോദിക്കണം. ആ ചോദ്യത്തിന് നമുക്കൊരു അതിനെന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഇത് കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷം എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. ഇപ്പൊ പൊതുവിൽ ഈ സ്ത്രീകളുടെ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവാമെന്ന് പറയുന്നത് എപ്പോഴും കൂടുതലും സ്ത്രീകളായിരിക്കും. നമ്മളവരെ ഫെമിനിസ്റ്റുകളെന്നും ഇപ്പോൾ ഒരു പടി താഴ്ത്തി ഫെമിനിസ്റ്റുകളെന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും അവർ മാത്രമാണ് സംസാരിക്കുക. അപ്പം സാധാരണഗതിയിൽ ഒരു കുടുംബത്തിൽ ഈക്വലി കൊണ്ടു നടക്കുന്ന ആണുങ്ങൾക്ക് പോലും അത് കേൾക്കുന്നത് ഒരു ഇറിറ്റേഷൻ പോലെയാണ്. ആ സ്ഥാനത്താണ് നിങ്ങൾ ഒരു സ്ത്രീയുടെ സന്തോഷം ഒരു ആണിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് വളരെ ചങ്കുറപ്പോടെ പറഞ്ഞു വെക്കുന്നത് പോലെ ഒരു ക്യാമ്പസ് ബാക്ക്ഗ്രൗണ്ടിൽ ഒട്ടും പ്രണയമോ അശ്ലീലങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരാതെ, പ്രണയം അശ്ലീലമാണെന്നല്ല പറഞ്ഞത്, സാധാരണ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഇത്തരം തോട്ടുകളിലേക്ക് വരുന്നതാണ്. അതിലേക്കൊന്നും പോവാതെയാണ് ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റിലേക്ക് വന്നത്. അപ്പൊ ആ ഒരു തീരുമാനമൊക്കെ നിങ്ങൾ എപ്പോഴാണ്, നിങ്ങൾ രണ്ടുപേരും കൂടെ എപ്പോഴും ആ തീരുമാനത്തിലേക്ക് വരുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടെ ആണോ അതോ നിങ്ങളുടെ ടീം ഫോം ചെയ്തിട്ടാണോ? എങ്ങനെയാണത്? ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമ്മുടെ ഒരു നിലപാടുണ്ടായിരുന്നു സിനിമയിൽ എന്താ വരേണ്ടത്, എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. ഞങ്ങൾ ആദ്യം തന്നെ എടുത്ത് മാറ്റി വെച്ചിരുന്നത് പ്രണയം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കാര്യം കോളേജ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാമ്പസ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്ന സാധനം പ്രണയം, ഒരാൾക്കുള്ളൊരു പ്രണയം എന്നൊരു സാധനമാണ് വരുന്നത്. അപ്പോൾ ആ സാധനം നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെച്ചു. പിന്നീട് നമ്മൾ വെച്ചിരുന്നത് എന്താ വെച്ചാൽ അതിനകത്തൊരു വൾഗറായിട്ടുള്ളൊരു മോശമായിട്ടുള്ളൊരു ഡയലോഗ് പോലും വരരുതെന്നുള്ളത്. നമ്മുടെ ഫാമിലിയും വന്നിരുന്ന് കാണുന്നതാണ്. അപ്പോൾ അവർ വന്നിട്ട് കണ്ടിട്ട് അതിനകത്ത് കണ്ടിട്ട് നമ്മളെ നോക്കി മോഹൻ ചൊല്ലിച്ചു കഴിഞ്ഞാൽ നമുക്കും മോശമാണ്. അപ്പം അതുകൊണ്ട് അത് ആദ്യം തന്നെ വേണ്ടാന്ന് എല്ലാവരും തന്നെ തീരുമാനിച്ചിരുന്നു. അപ്പം അത് ഒക്കെ കൂടെ കഴിഞ്ഞ് എന്താ പറയുക, ഈ സിനിമയ്ക്ക് എന്താ പറയേണ്ടതെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് കാര്യങ്ങൾ എല്ലാം നമുക്കുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് നമ്മൾ എഴുതിയപ്പോൾ കുറച്ചുകൂടെ കട്ടിക്കായിരുന്നു എഴുതിയിരുന്നത്. അത് പിന്നെ ഒന്ന് ട്രിം ചെയ്ത് അതിൻ്റെതായ രീതിക്ക് ആക്കി വന്നതാണ്. എന്നിട്ട് തന്നെ ചില ഡിലീറ്റഡ് സീൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ചിലതൊക്കെ കാണുന്നു.
അസഹിഷ്ണുതയാണ്. അല്ല ശരിക്കും അങ്ങനെ പറയുമ്പോ അങ്ങനത്തെ പേടികളൊന്നും ഉണ്ടായിരുന്നില്ലേ? കാരണം ഈ പറയുന്ന കാര്യം കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യമല്ല നിങ്ങൾ സത്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടുള്ളൊരു സിനിമയാണ്, ഇങ്ങനത്തെയൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇത് എവിടെയെങ്കിലും നിന്ന് പോകാമോ അങ്ങനത്തെ ഒരു പേടികളും നിങ്ങളെ ഒരു സമയത്തും അങ്ങനെ ഉണ്ടായിട്ടില്ല? അങ്ങനെ പേടിയുടെ കാര്യങ്ങളെ പറ്റി ആരും സംസാരിച്ചില്ല. കാര്യം ആലോചിച്ചില്ല എന്നാണോ? ആലോചിച്ചില്ല സത്യമായിട്ട്. നമുക്ക് പറയാനുള്ളത്, നമുക്കിപ്പോ പറയുന്നതിന് പ്രശ്നമില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. കാര്യം ഇത് നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് നമ്മുടെ ചുറ്റിനാണെങ്കിൽ പോലും നമുക്ക് തുറന്നു പറയേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തും പറയുന്നതിനകത്ത് വലിയ പേടിക്കേണ്ട കാര്യമുള്ളതായിട്ട് ഫീൽ ചെയ്തില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ എല്ലാവരും ഈ ഒരു 30-35 വയസ്സിനകത്തുള്ളവരായിരുന്നു നമ്മുടെ ഹോൾ ടീം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു സമയമില്ലായിരുന്നു. സിനിമ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ പറയേണ്ട ഒരു വിഷയം. അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു വികാരമായിരുന്നു ഈ പറഞ്ഞൊരു വിഷയം. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാ, നിങ്ങൾ എവിടുന്നാ ഇങ്ങനെ ഒരുമിച്ച് എഴുതാനും ഒക്കെ ഉള്ള? ഒരുമിച്ച് പഠിച്ചതാ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെറുപ്പം മുതലല്ല, കളിക്കൂട്ടുകാരല്ല. എഞ്ചിനീയറിംഗ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എല്ലാരും ഈ മറ്റേ ഞങ്ങളുടെ ക്ലാസ്സിലെല്ലാം എല്ലായിടത്തും മറ്റേ നമ്മൾ ഈ തേങ്ങ തിരിഞ്ഞിടത്തില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കറക്റ്റ് തിരിഞ്ഞിട്ടൊരു ബാച്ച് ക്ലാസ് ആയിരുന്നു ഞങ്ങളുടെ. ഇപ്പൊ എല്ലാരും 66 ആണുങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ എല്ലാരും അതുപോലെ ഓരോരുത്തർക്കും ഓരോതായ സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങള് സിനിമ എന്നുള്ളൊരു സംഭവം മൊത്തത്തിൽ എല്ലാവർക്കും ഉള്ളൊരു ഇതായിരുന്നു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് വളർന്നു സിനിമ എന്നുള്ള ആഗ്രഹം. കാരണമില്ല, ഒരുപാട് സിനിമകളായിരുന്നു ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. ഞങ്ങളൊരു 2 പേര് അല്ലെങ്കിൽ ഒരു 5 പേര് ഒരുമിച്ചിരുന്നാലും ചർച്ച ചെയ്യാനുള്ളത് സിനിമ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനെ പറ്റിയും ചർച്ച ചെയ്യാനായിട്ടില്ലായിരുന്നു. പിന്നുള്ളത് സ്പോർട്സും കാര്യങ്ങളും, അതൊന്നും നമ്മളെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് സിനിമയായിരുന്നു നമ്മുടെ മെയിൻ ഇത്. അതിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോവാം, ആ ഒരു ഇത് വരാനുള്ള ഒരു കാര്യം എന്താ? പർപ്പസ്ലി വന്നതല്ല, കണക്ട് എങ്ങനെയോ സംഭവിച്ചതാണ്. ഒരു ദിവസം ചാൻസ് വിളിച്ചേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, നമുക്കതൊന്ന് ചെയ്താലോ എന്ന് ചോദിച്ചു. എനിക്കൊന്ന് കേൾക്കാൻ നോക്കിയിരിക്കായിരുന്നു. ഞാനും ചെന്ന് അങ്ങനെ വർക്ക് തുടങ്ങി. പിന്നെ അത് നല്ല ആഗ്രഹമായി, പിന്നെ അതൊരു വാശിയായി, പിന്നെ എപ്പോഴോ അതൊരു നമ്മുടെ ഇതിലേക്ക് അങ്ങ് ഇൻജക്റ്റായി. പിന്നെ നമുക്ക് അതിൽ നിന്ന് മാറാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോയി. അങ്ങനെ ഒരു 6-7 കൊല്ലം അതിന്റെ പുറകെ തന്നെ അങ്ങ് നടന്നു. എന്നാലും ആദ്യം സിനിമ എന്നൊക്കെ ഇഷ്ടം വരുമ്പോൾ ആദ്യം ഒന്ന് ആക്ടിങ്ങിൽ ഒരു കൈ നോക്കാം, ഇങ്ങനെയൊക്കെയല്ലേ തോന്നുന്നു? എന്താ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു എനിക്ക് അവനും ഞങ്ങൾ രണ്ടുപേരും സെയിൽസിൽ കുറച്ചാൾ വർക്ക് ചെയ്തായിരുന്നു. അപ്പൊ ഞങ്ങൾ ആദ്യം പഠിച്ചൊരു കാര്യം നമ്മുടെ നെഗറ്റീവ്സ് എന്താന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ നമുക്ക് പറ്റുന്ന പണി ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ എഴുത്ത് നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഈസിയാണെന്നല്ല, ഒരിക്കലും അല്ല, ഈസി ഒട്ടുമല്ല. പക്ഷെ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് പറയാൻ പറ്റുന്ന കാര്യം പറയുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്നത് എഴുത്തിലൂടെ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ എഴുത്തിൽ. നേരത്തെ എന്തെങ്കിലും എഴുതുമായിരുന്നോ? അങ്ങനെ ഇതായിട്ട് എഴുതിയിട്ടില്ല, കാര്യമായിട്ടുള്ള എഴുത്തൊന്നും നടന്നിട്ടില്ല. എന്നിട്ടാണ് ഇത്ര നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്. ദൈവാനുഗ്രഹമാണ്. നമ്മളെന്തോ ഭാഗ്യം, നമ്മളെന്തോ ചിന്തിച്ചു, അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. അത് ഭംഗിയായിട്ട് സ്ക്രീനിൽ വന്നു. അതുകൊണ്ടാണ് ഈ 2 പേരിയ്ക്കുമ്പോ എന്തെന്ന് പറഞ്ഞാലും എന്ത് നമ്മൾ ഒരേപോലത്തെ തോട്ട് എന്നൊക്കെ പറഞ്ഞാൽ 2 പേരെന്ന് പറഞ്ഞാൽ 2 വ്യക്തികൾ തന്നെയാണ്. എവിടെയെങ്കിലുമൊക്കെ ഡിഫറൻസുകൾ അല്ലെങ്കിൽ 2 തരം അഭിപ്രായങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ എഴുത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്? പാരലലി പോകുന്ന പോലെ എഴുത്തിന്റെ സമയത്ത് വരാറില്ല. ഞങ്ങൾ ഇത് ചിന്തിക്കുമ്പോഴത്തേക്കും സബ്ജക്ട് ചിന്തിക്കുമ്പോഴത്തേക്കും വരാറുണ്ട്. എന്താണ് നമ്മൾ പറയേണ്ട വിഷയം അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. അതിന് 2 വശങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അത് നമ്മൾ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കും. ആ പോയിന്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ട് അത് പിന്നെ നമ്മൾ 1 ലൈനർ ഉണ്ടാക്കും. ആ 1 ലൈനർ ഞങ്ങൾ ഇലാബറേറ്റ് ചെയ്യും. അപ്പൊ അതിനകത്ത് നമുക്കറിയാം എന്തൊക്കെയാണ് അതിനകത്ത് വരാൻ പാടില്ലാത്തത്. അപ്പൊ നമ്മൾ എഴുതി വെട്ടിത്തിരുത്തേണ്ട ആവശ്യമില്ല. ഇല്ല, അങ്ങനെ കുറവാണ്. ആദ്യത്തെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് എഴുത്ത്. അതെ, എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇതില് ചർച്ചകളിൽ തീർന്നിട്ട് എഴുതുന്നു. പിന്നെയുള്ള എഡിറ്റിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ മൊത്തം ഒന്നുകൂടെ ഒന്ന് നോക്കും. അപ്പൊ അതിനകത്ത് കുറച്ച് കണക്ഷന്റെ കാര്യങ്ങളും അവിടെ ഇവിടെ ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ കൂടെ ആഡ് ചെയ്യും. കൂടുതൽ അതങ്ങനെയാണ് വരുന്നത്. ഇത് ഇപ്പൊ ഈ പറഞ്ഞ സ്ക്രിപ്റ്റിന്റെ ഒരു അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സംഭവിച്ചതാണോ? അല്ല, ഇത് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ളത്. ഓ ശരി. അപ്പൊ അതിന് മുമ്പ് ഉണ്ടായിരുന്നോ ശ്രമങ്ങൾ? ഓ ശരി. അപ്പൊ എന്താ ചെയ്തത്? പഠിത്തം കഴിഞ്ഞ് നിങ്ങൾ നേരെ ഇതിലേക്കല്ല, ഞങ്ങള് പതുക്കെയാണ് ഇതിലേക്ക് ഐ മീൻ മൂവി എന്നുള്ള ഒരു ഫീൽഡ് അതാട്ടോ ചോദിക്കാം. ക്വീനിലേക്ക് എന്നല്ല, ജോലിക്ക് പോയി ഞങ്ങള്. ഓ അതെയോ? ജോലി പാരലലി
അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഡിസീവിംഗ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. വീട്ടുകാരെ അയ്യോ പാവം. സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ജോലിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പാരലി ഞങ്ങൾ ഇത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ജോലി നിങ്ങളൊരു സ്ഥലത്തായിരുന്നോ? ഞാൻ ആദ്യം അവൻ ബാംഗ്ലൂർ വർക്ക് ചെയ്ത, ബാംഗ്ലൂർ അവൻ MBA പഠിച്ചത് ക്രൈസ്റ്റില്. MBA പഠിക്കുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു 2 കൊല്ലം ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ പാരലി അത് നടന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് തിരിച്ച് അവിടെ മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് കൊച്ചിയിലോട്ട് പോകുന്നു. അപ്പോഴും അവൻ്റെ MBA ഇത് കഴിഞ്ഞിട്ട് അവൻ്റെ നാട്ടിൽ കറക്റ്റ് ജോലി കിട്ടി. അങ്ങനെ വീണ്ടും ഞങ്ങൾ കൊച്ചിയിൽ ഹബ്ബാക്കി. പിന്നെ കൊച്ചിയിലായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ ഈ ഒരു ഡ്രീമിനെ ലൈവാക്കി വെച്ചിട്ടുണ്ടാവുക? നമുക്കറിയാവുന്നവരോടെല്ലാം അത് നിയോയില് നമ്മുടെ എഡിറ്റർ സാഗർ നിയോ ഫിലിം സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ സാഗറും ഞങ്ങളോട് നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സേറാബാനുവിലെ സോണി, ഡയറക്ടർ സോണി. അപ്പോൾ സോണിച്ചനൊക്കെ നമ്മൾ ആ പഠിക്കുന്ന സമയത്തോട്ടേ നമുക്ക് ബന്ധങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ അപ്പോഴും നമ്മുടെ ചർച്ചകൾ പിന്നെ സിനിമയെ മാത്രമായി, സിനിമ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നൊരു സ്ഥിതിയിലോട്ട് എത്തി. പിന്നെ നമ്മളങ്ങനെ പാരലി പ്രൊഡ്യൂസർ, ഡയറക്ടേഴ്സ് ട്രൈ ചെയ്യാൻ